ഇറാനിൽ ഇസ്രായേലിന്റെ ആക്രമണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ടെഹ്റാൻ നഗരത്തിൽ വൻ സ്ഫോടനങ്ങൾ സംഭവിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള അഭ്യൂഹങ്ങളാണ്. കഴിഞ്ഞ ദിവസമാണ് ജനീവയിൽ മൂന്നാം ഘട്ട ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് യുഎസും ഇറാനുമായി നടന്നത്. ആ ചർച്ചയും പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് പിന്നീട് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയത്. ഇതേ തുടർന്ന് ഇപ്പോൾ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇറാനും യുഎസും ഇസ്രായേലും തമ്മിലുള്ള സംയുക്ത ഓപ്പറേഷനാണ് എന്ന് ഇസ്രായേലിന്റെ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാനിയൻ പ്രസിഡൻഷ്യൽ ഹൗസ്, അതായത് ഇറാന്റെ പ്രസിഡന്റിന്റെ സങ്കേതമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളിൽ ഒന്ന് പറയുന്നത്. ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത് എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും സംയുക്തമായ ആക്രമണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയുമായി ചേർന്ന് ഇറാനെ ആക്രമിക്കുക എന്ന ഇസ്രായേൽ ലക്ഷ്യമാണ് ഇപ്പോൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇസ്രായേലടക്കം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ജനങ്ങളോട് അവർ എവിടെയാണോ ആ സ്ഥലങ്ങളിൽ തുടരാനാണ് ഇപ്പോൾ IDF, ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ്, ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. ഇപ്പോൾ കാണുന്നത് ടെഹ്റാനിലുണ്ടായ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടെഹ്റാനിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. വലിയ പുകച്ചുരുളുകൾ ഉയരുന്ന പശ്ചാത്തലം കൂടി അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇസ്രായേലിന്റെ വ്യോമാതിർത്തി ഇപ്പോൾ ഔദ്യോഗികമായി അടച്ചു കഴിഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം തുടർന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി രാജ്യത്തിന്റെ ആകാശത്തിൽ സിവിലിയൻ വിമാനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി വരാം. ഈ ആക്രമണത്തിന്റെ മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോകരാജ്യങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇറാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടൻ പിൻവലിക്കുന്ന പശ്ചാത്തലം ഉണ്ടായത്. യുഎസിന്റെ ആക്രമണ ഭീഷണി തുടർച്ചയായി ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇത് എന്നുള്ളതാണ്. ഒപ്പം US കോൺഗ്രസിലെ വാർഷിക പ്രസംഗത്തിൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിച്ചേക്കാം എന്നുള്ള തരത്തിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. ഒപ്പം ഇന്ത്യയും ചൈനയും കാനഡയും മറ്റും തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം ഇറാൻ വിടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലം ഇതിന്റെ ഭാഗമായി ആയിരുന്നു എന്ന് വേണം കരുതാൻ. ഏതായാലും ഇസ്രായേലിലെ US എംബസിയിലെ ഉദ്യോഗസ്ഥരോടും ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം US നൽകിയ പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടിയാണ്. നമുക്കറിയാം ഇസ്രായേലിന് ഇറാനെ ആക്രമിക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങളുണ്ട്. അതിൽ നിന്ന് ടെഹ്റാനാണ്. ടെഹ്റാനിലെ നേരത്തെ പറഞ്ഞ പോലെ ഇറാന്റെ തലസ്ഥാനമടക്കമുള്ള സ്ഥലങ്ങളിൽ ആ തരത്തിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ട്. അവിടെ നഗരങ്ങളിൽ സ്ഫോടനമുണ്ടാക്കുക, പ്രസിഡന്റ് താമസിക്കുന്ന വസതിയിലേക്ക് മിസൈലുകൾ തൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തിങ്കളാഴ്ചയാണ് മറ്റന്നാൾ യുഎസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കം ഇസ്രായേലിലേക്ക് എത്തുന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഏതായാലും ഇസ്രായേലിലേക്കുള്ള യാത്ര വിലക്കിയിട്ടുണ്ടായിരുന്നു ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ എന്നുള്ളതാണ്. ഇതൊക്കെ ഈ ആക്രമണത്തിന്റെ മുന്നൊരുക്കം, അതായത് ലോകത്തെ പ്രധാന ശാക്തിക ചേരികളെല്ലാം യുഎസ് ആയാലും ബ്രിട്ടൻ ആയാലും ഫ്രാൻസ് ആയാലും ഒക്കെ ഈ ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അവരെ ധരിപ്പിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. അതിനുശേഷമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഇറാനിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വലിയ സ്ഫോടന ശബ്ദങ്ങൾ ടെഹ്റാനിലടക്കം ഉണ്ടാകുന്ന കാര്യമാണ് ഇപ്പോൾ ലോക മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. വലിയ സ്ഫോടന ശബ്ദങ്ങൾ സംഭവിക്കുന്നു, തുടർച്ചയായി മിസൈലുകൾ ടെഹ്റാനിൽ പതിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇസ്രായേലിൽ അടക്കം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലമാണ്. ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആക്രമണം യുഎസും ഇസ്രായേലും തമ്മിലുള്ള സംയുക്ത ഓപ്പറേഷനാണ് എന്ന് ഇപ്പോൾ ചാനൽ 12, ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ചാനൽ, റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഇറാന് നേരത്തെ പറഞ്ഞതുപോലെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേലിന് സാധിക്കുന്ന പരമാവധി സ്ഥലങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. IDF രാജ്യവ്യാപകമായി പല നിയന്ത്രണങ്ങളും ഇസ്രായേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള സൂചനകൾ കൂടി ഇസ്രായേലുണ്ട്. അതനുസരിച്ചുള്ള സന്നാഹങ്ങൾ ഇപ്പോൾ
ഏർപ്പെടുത്തിയിരിക്കുന്നു. അവശ്യ മേഖലകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒത്തുചേരലുകളും നിരോധിക്കുമെന്നും സൈന്യം വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇത് ഏറെ നിർണായകമായ ഒന്നാണ്. മറ്റൊന്ന്, ഈ പൗരന്മാരോട് ഒരു തരത്തിലും വിമാനത്താവളങ്ങളിലേക്ക് അടക്കം യാത്ര ചെയ്യരുത്. വിദേശത്ത് യാത്ര ചെയ്യുന്ന താമസിക്കുന്ന യാത്രക്കാർ വ്യോമാതിർത്തി വീണ്ടും തുറക്കുന്നതിന് മുൻപ് എയർലൈൻ അപ്ഡേറ്റുകൾ പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം സിവിൽ ഏവിയേഷൻ അതോറിറ്റി രാജ്യത്തിൻ്റെ ആകാശത്ത് സിവിലിയൻ വിമാനങ്ങൾക്ക് പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തി വിമാനങ്ങൾക്കായി ഔദ്യോഗികമായി അടച്ചിരിക്കുന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും പൊതുജനങ്ങൾ ഔദ്യോഗിക ഹോം ഫ്രണ്ട് കമാൻഡ് ചാനലുകളിൽ പ്രസിദ്ധീകരിച്ച മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. തുടർച്ചയായ നിർദ്ദേശങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ സൈറനുകൾ ഇസ്രായേലിൽ മുഴങ്ങുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബങ്കറുകളിലും മറ്റും ജനങ്ങൾ തുടരണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേൽ IDF ടീം നൽകിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തയ്യാറെടുപ്പുകൾ നേരത്തെ മുതൽ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇത്ര വ്യാപകമായ ഒരു ആക്രമണം ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആണവ ചർച്ചകൾ ജനീവയിൽ മറ്റും ഒമാന്റെ മധ്യസ്ഥതയിൽ പുരോഗമിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന 3ാം വട്ട ചർച്ചയിലും യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. ഇതിനിടയിലാണ് ഇറാന്റെ മുന്നറിയിപ്പ് ഉണ്ടായത്. അതായത് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണം, കുറച്ച് മാറ്റങ്ങൾ വരുത്തണം, എങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറാകണം എന്ന് മാത്രമാണ്. മറ്റൊന്നുമല്ല, ഉപരോധങ്ങൾ ഇറാനുമേൽ അമേരിക്കയുടെ ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണമെന്ന ആവശ്യവും ഇറാൻ ഉന്നയിച്ചൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതടക്കം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നത്. ഇത്തരം ഇറാന്റെ മുന്നറിയിപ്പുകളിൽ ട്രംപ് അസ്വസ്ഥനായിരിക്കുന്നു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിരുന്നു ഇന്നലെയും ഇന്നും മറ്റുമായി. അതനുസരിച്ച് ഇറാനെ ഏത് നിമിഷവും ട്രംപ് ആക്രമിക്കും, അമേരിക്ക ആക്രമിക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ്. ഇപ്പോൾ ഇസ്രായേലിനെ മുന്നിൽ നിർത്തിയുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും നിർണായകമായ ഒരു കാര്യമായി മാറുകയാണ്. അതായത് ഇസ്രായേലിനെ മുന്നിൽ നിർത്തി ഇസ്രായേലിൽ നിന്നുള്ള മിസൈലുകൾ ഇറാനിലെത്തിക്കുക. നമുക്കറിയാം, ഇതുവരെ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ പശ്ചിമേഷ്യയിൽ അമേരിക്ക വിന്യസിച്ച പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. 2023 ഇറാഖ് യുദ്ധത്തിന് സമാനമായ രീതിയിൽ വിമാനവേധന കപ്പലുകളടക്കം അമേരിക്ക അവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിക്ഷേപിച്ച പശ്ചാത്തലമുണ്ട്. ഇതൊക്കെ ഏതാണ്ട് ഈ ആക്രമണത്തിൻ്റെ മുന്നൊരുക്കം എന്ന് വേണം കരുതാൻ. ഏറ്റവും പ്രധാനപ്പെട്ട പലതരത്തിലുള്ള യുദ്ധക്കപ്പലുകൾ ഉണ്ടായിരുന്നു, മിസൈൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, പടക്കോപ്പുകൾ, അവിടെ പലതരത്തിൽ ആധുനിക സംവിധാനങ്ങളുള്ള റഡാറുകൾ, ഒപ്പം ഡ്രോണുകളടക്കം വിന്യസിച്ചുകൊണ്ടാണ് അമേരിക്ക പശ്ചിമേഷ്യയിൽ യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. ടെഹ്റാനിലടക്കം നടക്കുന്ന വലിയ വലിയ സ്ഫോടനങ്ങൾ തന്നെയാണ്. വൻ സ്ഫോടനങ്ങൾ ടെഹ്റാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. അയത്തുള്ള ഖൊമേനി അടക്കമുള്ള ഇറാന്റെ നേതാക്കളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ അനുമതിയോടെ, അമേരിക്കൻ സഹകരണത്തോടെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഏതായാലും വലിയ ജാഗ്രത ഇസ്രായേലിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഒരു തിരിച്ചടി അവർ ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള മുൻകരുതലുകൾ ആ രാജ്യവും സ്വീകരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഏതാണ്ട് എല്ലാ മേഖലകളും ജാഗ്രത പുലർത്തണം എന്ന് IDF നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ടെഹ്റാനിലെ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല. അത് അല്പസമയത്തിനകം പുറത്തു വരും. വിവിധ കെട്ടിടങ്ങൾ തകർന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രസിഡന്റ് അടക്കം, ഒപ്പം അയത്തുള്ള ഖമേനി, അവിടുത്തെ പരമോന്നതമടക്കം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർച്ചയായി മിസൈലുകൾ പതിക്കുന്നു ഇറാനിൽ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തുടർച്ചയായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും നമുക്കറിയാം, ചൈനയുടെയും ഒപ്പം റഷ്യയുടെയും പിന്തുണ ഇറാനുണ്ട്. പല ലോകരാജ്യങ്ങളും ഇറാനുമായി ബന്ധപ്പെട്ട ആക്രമണം ഉണ്ടാകരുത് എന്ന് നിർദ്ദേശം നൽകിയ പശ്ചാത്തലം കൂടിയുണ്ട്. റഷ്യയുടെ പിന്തുണയോടെ ചില സൈനിക അഭ്യാസങ്ങൾ, പുതിയ തരത്തിലുള്ള മിസൈലുകൾ വാങ്ങാനുള്ള ശ്രമങ്ങൾ ഇറാൻ അടുത്തിടെ ഊർജിതമാക്കിയിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ ആക്രമണം, ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം ടെഹ്റാനിൽ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ് എന്ന കാര്യത്തിൽ യുദ്ധഭീതിയിലായിരുന്നു. പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ പോകുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം, പല ആക്രമണങ്ങൾ ഖത്തറിലും മറ്റും ഇറാന്റെ ആക്രമണം അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഉണ്ടായപ്പോൾ അതിനുള്ള തിരിച്ചടി എന്നോണം ഇറാന്റെ പ്രധാനപ്പെട്ട ആയുധ സംഭരണ കേന്ദ്രങ്ങളിൽ അമേരിക്ക മിസൈലുകൾ പായിച്ചിരുന്നു. അത് ഒരു പരിധിവരെ ഇറാനെ പേടിപ്പിച്ചു നിർത്തുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നുവെങ്കിൽ ഇതിപ്പോൾ അതുകൂടി കുറച്ചുകൂടി കടന്ന് ഇറാന്റെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന
പ്രധാനപ്പെട്ട ഒന്ന്. അതിലൊന്ന് ഈ ആണവ നിരായുധീകരണം എന്നുള്ള അമേരിക്കയുടെ ലക്ഷ്യമുണ്ട്. ഇറാന്റെ ആണവ നിരായുധീകരണം എന്നുള്ള അമേരിക്കയുടെ ലക്ഷ്യമുണ്ട്. അതിലേക്ക് ഇറാൻ എത്തണം എന്നുള്ള തരത്തിൽ മുന്നറിയിപ്പുകൾ തുടർച്ചയായി നൽകിയ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങളൊക്കെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യുദ്ധം അല്ലെങ്കിൽ ആക്രമണം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിർണായകമായ പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ടെഹ്റാനിലെ മിക്ക മേഖലകളിലും ഈ തരത്തിൽ ആക്രമണങ്ങൾ സംഭവിക്കുന്നു. ഇറാന്റെ മറ്റു കേന്ദ്രങ്ങൾ കൂടി ലക്ഷ്യം വെക്കുന്നു. ഒരുപക്ഷെ ഇറാന്റെ ഈ ആണവ കേന്ദ്രങ്ങളിലേക്കൊക്കെ മിസൈലുകൾ പതിച്ചാൽ അത് വലിയ നാശനഷ്ടത്തിലേക്കും ലോകവ്യാപകമായുള്ള വലിയ പ്രശ്നങ്ങളിലേക്കും ഒക്കെ കടക്കുന്ന സാഹചര്യമുണ്ട്. ഏതൊക്കെ മേഖലകളെയാണ് ഇപ്പോൾ ആക്രമിക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ടെഹ്റാനിലെ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും മാത്രമാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഏതായാലും ആക്രമണം തുടരുന്നു. കാത്തിരുന്ന, അതായത് ദിവസങ്ങളായി ആകാംക്ഷയോടെ, ഈ പറഞ്ഞതുപോലെ പേടിയോടെ ലോകം കാത്തിരുന്ന ആക്രമണത്തിലെ കാര്യങ്ങൾ എത്തുമ്പോൾ ഇനിയുള്ള സമയത്ത് എന്തായിരിക്കും ഇതിനുള്ള പ്രതിരോധം, ഇറാന്റെ തിരിച്ചടി, റഷ്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും.